നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 28 ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റമാണ്. അതുപോലെ തന്നെ അതിവിശിഷ്ടമായ ആനയോട്ടവും ഇന്നാണ്. ആനയോട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. ഇപ്രാവശ്യം 3 ആനകളാണ് ആനയോട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. 10 ആനകളാണ് മഞ്ജുളാലിൻ്റെ അവിടെ അണിനിരക്കുക. ഇനി ഓട്ടക്കാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 3 ആനകളെയാണ്. ബാലു, രവികൃഷ്ണൻ, കൃഷ്ണനാരായണൻ എന്നീ 3 ആനകളാണ് ഓട്ടത്തിന് തയ്യാറാവുക. ഈ ആനയോട്ടത്തിൽ ജയിച്ച ആന, ഭഗവാന്റെ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ആന ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കടന്ന് 7 പ്രാവശ്യം ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ മുന്നിൽ വന്ന് വണങ്ങും. അങ്ങനെയാണ് ആ ആന വിജയിയായി പ്രഖ്യാപിക്കുക. പിന്നെ ആ ആനയ്ക്ക് ഭഗവാന്റെ ആനയായത് മാറുകയാണ്. ആ ഒരു ഉത്സവത്തിൻ്റെ 10 ദിവസം അതിനൊരു VIP എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു പരിചരണമാണ്. അപ്പോൾ ഇന്ന് 3 മണിക്കാണ് ആനയോട്ടം നടന്നത്. അപ്പോൾ നമുക്ക് ആനയോട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാമല്ലേ. അപ്പോൾ ഈ ആനയോട്ടത്തിന് മുമ്പ് ആനകൾ മഞ്ജുളാലിൻ്റെ അവിടെ അണിനിരക്കുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിനു മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് പാരമ്പര്യ അവകാശികൾ കുടമണികളും എടുത്ത് ഓടും. ആ ഒരു ദൃശ്യം എന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം അതാണ് നടക്കുക അമ്പലത്തിൽ. അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ കുടമണികൾ എടുത്തിട്ട് ഇവർ ഓടി ആനയുടെ അടുത്ത് എത്തും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ആനപ്പാപ്പാന്മാർക്ക് കൈമാറും. ആനപ്പാപ്പാന്മാർ അതെടുത്ത് ആനകളുടെ വീട് കെട്ടും. അങ്ങനെ ശംഖ് വിളിക്കും. അതോടുകൂടിയിട്ട് ഈ 3 ആനകളും ഓടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവർ ഓടി മഞ്ജുളാലിൽ നിന്ന് ഓടി അമ്പലത്തിൻ്റെ അടുത്തെത്തുന്ന ദൃശ്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആനയോട്ടം ഗുരുവായൂരിൽ ഉണ്ടായത് എന്ന് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഭഗവാന് വളരെ പണ്ട് കാലത്താണ് ഭഗവാന് ആനകളില്ലാത്ത ഒരവസ്ഥ വരികയാണ്. ഒരു ഉത്സവകാലത്ത് ആനകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആനകൾ വരാതിരിക്കുകയാണ്. അതുകൊണ്ട് ആനയില്ലാണ്ട് ശീവേലി നടത്തുകയാണ്. അപ്പോൾ ആനയില്ലാണ്ട് ശീവേലി നടത്തി കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഈ മഞ്ജുളാലിൻ്റെ അവിടുന്ന് കുറേ ആനകളൊക്കെ കൂടി ഓടി വരികയാണ്. അപ്പം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നും ആനയോട്ടം നടത്തുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കുടമണികൾ അതവിടെയാണല്ലോ നിർത്തിയത്. അപ്പോൾ ആനകളൊക്കെ അവിടുന്ന് ഓടി വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും അപ്പം ആ ഒരു മനോഹരമായ ശബ്ദം കൂടി നമുക്ക് കേൾക്കുകയും ചെയ്യാം ദൃശ്യങ്ങൾ.
ആദ്യം ഓടിയെത്തിയത് രവികൃഷ്ണനാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രവികൃഷ്ണനാണ്. പിന്നാലെ തന്നെ മറ്റ് ആനകളും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഭഗവാന്റെ ഈ ഒരു ആനയോട്ടം കാണാനായിട്ട് ജനസാഗരങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയോ ആൾക്കാരാണല്ലേ അവിടെ എത്തിയിരിക്കുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ആനയോട്ടം നന്നായി കാണാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഇനി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. കൊടിയേറ്റും എല്ലാവർക്കും കാണണമെന്നൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ 1-ാം ദിവസത്തെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ ഈ 2 അങ്ങനെ എല്ലാ ദിവസത്തെയും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനലിനായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.